ഹലോ, എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? റെഡിയാണ്. ഓക്കെ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ റെഡിയാണ്. റെഡി. നമ്മള് അതായത് ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നമ്മുടെ മേഖലയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനമായിട്ടും ഒരു 6 7 കാര്യങ്ങൾ നമുക്കൊന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു കസ്റ്റമറെ കാണിച്ചു കൊടുക്കാനും എല്ലാം പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യം തന്നെ, കാരണം നമുക്ക് ഏറ്റവും എളുപ്പം, ഇന്ന് ആകാശത്തിന് താഴെ എന്ത് കാര്യം ചോദിച്ചാലും ഗൂഗിൾ മാതാവ് മറുപടി തരും. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ സെർച്ച് എടുത്തിട്ട് കേരള കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആ വെബ്സൈറ്റ് ഞാനൊന്ന് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഗൂഗിൾ സെർച്ച് എടുത്തു, എല്ലാം അതേപോലെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ ഗൂഗിൾ ഓക്കെ, കേരള കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ലിങ്ക് വരും. ആ സെർച്ച് റിസൾട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ കാണുന്നത് ഇതുണ്ടോ? ഇപ്പൊ വെബ്സൈറ്റ് കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും. അതിന്റെ ഞാൻ ശരിക്കും വെബ്സൈറ്റിന്റെ ഏറ്റവും മുകളിൽ തന്നെ തുടങ്ങാം. ഈ വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയാ, .com അങ്ങനെയൊക്കെയാണ് സാധാരണ വെബ്സൈറ്റിന്റെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എക്സ്റ്റൻഷൻ കാണാറ് അല്ലെ, .com എന്ന് കാണാറുണ്ട്. എന്നാൽ ഈ വെബ്സൈറ്റ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ, അതായത് കൺസ്യൂമർ അഫയേഴ്സ് .kerala.gov.in എന്നാണ്. .gov എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്നാണ് അർത്ഥം. .inലെ ഇൻ അർത്ഥമാക്കുന്നത് ഇന്ത്യ. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത് എന്നാണ് ആദ്യം നമ്മൾ ഈ വെബ്സൈറ്റിനെ പറ്റി ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നിങ്ങൾ ആ വെബ്സൈറ്റ് എക്സ്റ്റൻഷൻ കാണിച്ചാൽ മതി. ദെൻ ഇവിടെ നമുക്കൊരു എംബ്ലം കാണാം അല്ലെ? സൂം ചെയ്ത് കാണുന്നില്ലേ? ഓക്കെ സാറേ, കാണുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ 2 ആന നിൽക്കുന്ന എംബ്ലം അല്ലെ? നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽ എംബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങൾ അവിടുന്ന് താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരുപക്ഷെ പല ആൾക്കാർക്കും ഈ ഒരു വട്ടം വരെ കാണുമ്പോഴാണ് ഒരു ചൊറിച്ചിൽ, ഒരു മാന്തൽ വരിക അല്ലെ? ഇനി അവർ ചൊറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഒഫീഷ്യലി ഗവൺമെന്റ് വെബ്സൈറ്റിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കാലഘട്ടം മാറി എന്നുള്ളത് ആദ്യം നമ്മൾ അറിയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഈ മാറ്റത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ. ദെൻ ഈ സ്ക്രീനിന്റെ ഇപ്പൊ നിങ്ങൾ ഈ വെബ്സൈറ്റിന്റെ താഴത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതില് നിങ്ങൾ ഈ ഫ്രണ്ട് പേജിൽ തന്നെ എത്ര സ്ഥലത്ത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഗവൺമെന്റ് പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക. ഇത് കണ്ടോ? ഇപ്പോ ഞാൻ ഇടതുവശത്ത് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് മാർഗനിർദ്ദേശങ്ങൾ കാണുന്നുണ്ട്. ഇനി ഈ വലതുവശത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റി കാണുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രോളിംഗ് ഏറ്റവും മുകളിൽ രാജീവ് ഗാന്ധി അവാർഡ് വേൾഡ് കൺസ്യൂമർ ഡേ സെലിബ്രേഷൻ എന്ന് കാണിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ. അതിന്റെ താഴെ കണ്ടോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഗവൺമെന്റ് വെബ്സൈറ്റിലെ എത്ര സ്ഥലത്ത് നമ്മുടെ ഈ ബിസിനസിനെ പറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നോക്കുക. ശരിക്കും കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വരുന്നത് നമ്മുടെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്. ഇതിൽ നിങ്ങൾ ഇടതുവശത്ത് ഇപ്പോ ഏറ്റവും മുകളിൽ ഈ മാഗസീൻ കാണുന്നുണ്ടാവും. അതിന്റെ താഴെ ഉപഭോക്തൃ കേരളം 2021, അതിന്റെ താഴെ വീണ്ടും ഉപഭോക്തൃ കേരളം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഇവിടെ കാണുന്നുണ്ടാവും അല്ലെ? ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം
നിങ്ങളുടെ ഫോണിൽ ഒരുപക്ഷെ ഈ മെസ്സേജ് ചോദിക്കില്ല, കാരണം ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് ഡൗൺലോഡ് ഫയൽ അഗൈൻ എന്നാണ് ആൻഡ്രോയിഡ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ചോദിക്കാൻ നേരിട്ട് ഡൗൺലോഡ് ആയിക്കോളും. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇതൊരു PDF ഫയലാണ്. ഈ PDF ഫയലിന്റെ ഏറ്റവും മുകളിൽ ഈ ഒരു എംബ്ലം കണ്ടോ? നേരത്തെ കണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ ഇത് സെൻട്രൽ ആണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു ഗസറ്റ് വിജ്ഞാപനമാണ്, ദ ഗസറ്റ് ഓഫ് ഇന്ത്യ. നമ്മളൊരു കസ്റ്റമറോട് എന്ത് കാര്യം പറയുമ്പോഴും ആ പറയുന്ന കാര്യം ഒരുപക്ഷെ നമുക്ക് ഇതെല്ലാം അറിയാമായിരിക്കാം അല്ലെ, എന്നാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ് കേൾക്കുന്ന വ്യക്തിയിൽ അതിന്റെ യഥാർത്ഥ തീവ്രത അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഗസറ്റിന്റെ വാല്യൂ എന്താണെന്ന് ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം. അധികം പേർക്കും അറിയാം അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ വിചാരിക്കുകയാണ് എന്റെ പേര് ഒന്ന് മാറ്റണം, ധനിഷ് മാധവ് എന്നുള്ള പേര് മാറ്റണം. ഇപ്പൊ എന്താ പറയാ, ഒന്ന് ശ്രീജിത്ത് നാക്കണം. എന്താ വഴി? വല്ല വഴിയുണ്ടോ? ഉണ്ട്. ഇതില് ഗവൺമെന്റ് ഗസറ്റില് പബ്ലിഷ്, അതായത് അതിൽ വരണം ഇന്ന സ്ഥലത്തുള്ള ഇന്ന അച്ഛനമ്മമാരുടെ മകനായ ധനിഷ് മാധവന്റെ പേര് ഇന്ന് മുതൽ ശ്രീജിത്ത് നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാല്യൂ ആയി അല്ലെ? അതിനുശേഷം എന്റെ എല്ലാ റെക്കോർഡ്സിലും എനിക്ക് എന്റെ പേര് മാറ്റാം. അതായത് ആധികാരികമായിട്ടൊരു അവസാന വാക്കാണ് നമ്മുടെ ഗസറ്റ്. സോ ഈ ഒരു ഗസറ്റ്, നിങ്ങൾ ആ ഗസറ്റിന്റെ ഡേറ്റ് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുക. 2019 ഓഗസ്റ്റ് 9 മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഈ ഗസറ്റ് വിജ്ഞാപനം അതൊരു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി ഗസ്റ്റ്, ഒരു അസാധാരണ ഗസ്റ്റിലൂടെയാണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ റിപ്പോർട്ട് വന്ന് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗസറ്റിന്റെ പേര് അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഭേദഗതിയോടുകൂടി വന്നതാണ്. അതായത് ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇനി ഈ ആക്ടിന്റെ 4ാമത്തെ പേജിലേക്ക് താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ 4th പേജിൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഇടതുവശത്ത് 4ാമത്തെ പേജിൽ 13ാമത്തെ ക്ലോസ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. Direct selling means marketing, distribution and sale of goods or professional services through a network of sellers other than through a permanent retail location. അതായത് ഒരു ഫിക്സഡ് കടയിലൂടെ, അതായത് ഷോപ്പിലൂടെ അല്ലാതെ പെർമനന്റ് ആയിട്ടുള്ള റീറ്റെയിൽ ലൊക്കേഷൻ ഇല്ലാതെ വിതരണക്കാരുടെ ശൃംഖല വഴി ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ സർവീസ് സേവനങ്ങളോ വിറ്റഴിക്കുന്ന രീതിയിൽ നിന്നാണ് സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ നാട്ടുകാർ കളിയാക്കുന്ന ഈ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ഡെഫിനിഷൻ ആണ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ എടുത്ത് കാണിച്ചു കൊടുക്കണം. കാരണം അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫോണിൽ കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ എന്ത് നമ്മുടെ ഫോണിൽ കാണിച്ചു കഴിഞ്ഞാലും ആൾക്കാർക്ക് ഇപ്പോ സംശയവും പേടിയാണ് അല്ലെ? ഇനി ഞാൻ ആ വെബ്സൈറ്റ് .in എന്നുള്ള എക്സ്റ്റൻഷൻ കാണിച്ചു കൊടുത്തു. ഞാൻ ലൈവായിട്ട് കാണിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. അതായത് ആ വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ .kerala.gov.in എന്നാണ്, കൺസ്യൂമർ അഫയേഴ്സ് അല്ലെ? പിന്നെ നമ്മുടെ ആധികാരിക എംബ്ലം കാണിച്ചു തന്നു. അതായത് നമ്മുടെ ഈ എംബ്ലം 2 എലിഫന്റ്സ് ഗാർഡിംഗ് ദ സ്റ്റേറ്റ് എംബ്ലം ഓഫ് ഇന്ത്യ ആൻഡ് ദ ശംഖ് ഓഫ് ശ്രീ പത്മനാഭസ്വാമി. ഇതാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഒഫീഷ്യൽ എംബ്ലം. ഈ വട്ടംവര കണ്ട ആൾക്കാർക്ക് അത് നിങ്ങൾ നേരിട്ട് ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. ഇനി ഈ ഫ്രണ്ട് ഇപ്പൊ നിങ്ങൾ ലാപ്ടോപ്പിലോ ഒക്കെയാണ് തുടക്കുന്നതെങ്കിൽ അങ്ങനെ ടാബിലോ ഒക്കെ ആണെങ്കിൽ കണ്ടോ എത്ര സ്ഥലത്ത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഫ്രണ്ട് പേജിൽ, അതായത് കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ഫ്രണ്ട് പേജിൽ എത്ര സ്ഥലത്ത് പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ കൊണ്ട് ഒന്ന് എണ്ണിക്കുക. ദെൻ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തൊട്ട് കഴിഞ്ഞാൽ അത് PDF ഡൗൺലോഡ് ആവുന്നു നിങ്ങളുടെ ഫോണിൽ. PDF തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കസ്റ്റമറെ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ഒന്ന് വളരുക എന്നുള്ളതാണ് ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. ഇത് കാരണം കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് നമ്മളാണ് വളരേണ്ടത്. ഓക്കെ, റെഡി? ദെൻ ഇനി സെൻട്രൽ ഗവൺമെന്റ് ഡെഫിനിഷൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ എന്താന്നുള്ളത് നിങ്ങൾ അവിടെ കണ്ടു. ദെൻ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് കേരള ഫൈനാൻസ് ആക്ട് 2015. ഇതാണ് നമ്മുടെ സെർച്ച് വേർഡ്. ഞാനിതൊന്ന് ലൈവായിട്ട് കാണിക്കാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് എടുക്കുന്നു. ഗൂഗിൾ സെർച്ച് എടുക്കുന്നു.
കേരള ഫൈനാൻസ് ആക്ട് 2015 എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സെർച്ച് റിസൾട്ടിന്റെ നേരെ നോക്കിയാൽ കാണാം ഫൈനാൻസ് ആക്ട് 2015 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വലതുവശത്ത് ഒരു PDF എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ഫൈനാൻസ് ആക്ടിന്റെ ഡയറക്റ്റ് PDF ആണ് ഗൂഗിൾ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ ആ PDF ഡയറക്റ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് അതെങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി എന്ന് പറയില്ല, ആ റൂട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ കസ്റ്റമർക്ക് കുറച്ചും കൂടെ അതിന്റെ ആധികാരികത, സീരിയസ്നെസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനുവേണ്ടി ഫസ്റ്റ് റിസൾട്ടിന് പകരം സെക്കൻഡ് റിസൾട്ടിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആ വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ kerala-taxes.gov.in. പിന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇത് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ GST വെബ്സൈറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ലൈവ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ അല്ലെ നിങ്ങളുടെ ടാബിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് കാണിക്കുന്നതെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അത്രമാത്രം വിരളമായിരിക്കും അല്ലേ. ഓക്കെ, ദെൻ ഇതിൽ ഫൈനാൻസ് ആക്ടുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലതുവശത്തായിട്ട് ഫൈനാൻസ് ആക്ട് 2015 എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവും. ആ ആക്ട് ഡൗൺലോഡ് ആവുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും മുകളില് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഗസറ്റില് അത് സെൻട്രൽ ഗസറ്റ് ആയിരുന്നെങ്കിൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഗസറ്റ് ആയിരുന്നെങ്കിൽ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗസറ്റ് ആണ്. നിങ്ങൾ അതിന്റെ ഡേറ്റ് നോക്കുക, 29 ജൂലൈ 2015 ഈ ഗസറ്റ് വിജ്ഞാപനം, ഒരു അസാധാരണ ഗസറ്റിലൂടെ നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു എന്താ പറയുക, നമുക്ക് സെപ്പറേറ്റ് ഒരു ടാക്സ് ഹെഡ് GSTയിൽ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, ഇതിന്റെ നികുതി സ്വീകരിക്കാം എന്നുള്ള ടാക്സ് ഹെഡ് വരുന്നത് ഈ ഡേറ്റിനാണ്. ഇനി ഇതിന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1784. ഇപ്പത്തേക്ക് നീക്കിയ വോളിയം 4 എന്ന് കാണാം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഗസറ്റിന്റെ സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ ഇതിന്റെ ഹാർഡ് കോപ്പി നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വില്ലേജ് അല്ലെ പഞ്ചായത്ത് എവിടെയാണോ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അവിടെ ചെന്നിട്ട് നിങ്ങൾ പറയാണ് 1784 വോളിയം 4 തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഹാർഡ് കോപ്പി, ഇതിന്റെ പ്രിന്റഡ് ഗസറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഗസറ്റിന്റെ നിങ്ങൾ എടുക്കേണ്ടത് 11ാമത്തെ പേജ് താഴത്തേക്ക് എടുത്തിട്ട് 11ാമത്തെ പേജില് 9, 10, 11 ഓക്കെ, 11ാമത്തെ പേജില് നിങ്ങൾ ഇതാ 20, അതായത് ഈ ഭാഗം 27A എന്ന ക്ലോസില് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മീൻസ് marketing and sale of goods of a multi-level marketing entity through direct sellers or through direct sellers and distributors, otherwise than through shops to the customers or consumers, generally in their houses or at their workplace through demonstration of such goods at a particular place or by mail or sale. So ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ നാട്ടുകാർ തട്ടിപ്പ് എന്ന് പറയുന്ന മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്നുള്ളത് കസ്റ്റമറെ കാണിച്ചു കൊടുക്കുക. അതായത് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾ അതിന്റെ കറക്റ്റ് ആ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും ഒരു കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ കേരള ഫൈനാൻസ് ആക്ട് 2015 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് വരും. ഞാനിപ്പോ കാണിച്ച കാര്യങ്ങൾ അതിൽ .gov.in കാണിച്ചു കൊടുക്കുക, നമ്മുടെ GSTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. അതിൽ ഫൈനാൻസ് ആക്ടിന്റെ ലിസ്റ്റിൽ ഫൈനാൻസ് ആക്ട് 2015 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആവുന്ന PDF ഫയൽ നിങ്ങളുടെ PDF റീഡർ വെച്ച് ഓപ്പൺ ചെയ്യുക. ദെൻ ആ ഗസറ്റിന്റെ ഡേറ്റ്, വോളിയം നമ്പർ കാണിച്ചു കൊടുക്കുക. അതിന്റെ 11ാമത്തെ പേജിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത ഡെഫിനിഷൻ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഡെഫിനിഷൻ കാണിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടതാണ് ഡയറക്ട് സെല്ലിംഗ് എംപ്ലോയ്മെന്റ് ന്യൂസ്. ഇത് ഞാൻ വീണ്ടും ഗൂഗിളിൽ ഡയറക്റ്റ് എടുക്കുകയാണ്. ഗൂഗിൾ എടുത്തു, DIRECT ഡയറക്ട് സെല്ലിംഗ് എംപ്ലോയ്മെന്റ് ന്യൂസ് എന്നുള്ള കീവേഡ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ
ഒരു ഫസ്റ്റ് സെർച്ച് റിസൾട്ട് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുക. എല്ലാരും ഉണ്ടല്ലോ അല്ലേ കൂടെ? ഞാൻ ആരെയും ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ഉണ്ട് സാറേ. ഓക്കെ റെഡി. താങ്ക് യു. ആ അല്ല, കാലത്ത് എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷൻ മാത്രമാകുമ്പോ ഒരു അത് സാറ് പറഞ്ഞത്, രഞ്ജിത്ത് സാറ് പറഞ്ഞത് നെറ്റ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരു അല്പസമയം കൊണ്ട് ഓടിച്ചു പോകാനുള്ളതാണ് ഇങ്ങനെ വേറെ ഇടയ്ക്ക് വേറെ ഒന്നിനും കയറാത്ത കേട്ടോ. ഓക്കെ, നിങ്ങള് ജസ്റ്റ് അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് വരും, എംപ്ലോയ്മെന്റ് ന്യൂസ്. എനിക്ക് എംബ്ലം കാണാം. ഇത് സെൻട്രൽ വെബ്സൈറ്റ് ആണ്. employmentnews.gov.in എന്നാണ് വെബ്സൈറ്റിന്റെ എക്സ്റ്റൻഷൻ. ഇത് സെൻട്രൽ ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിന്റെ എഡിറ്റോറിയൽ വോളിയം 30, നമുക്കറിയാം പത്രത്തിലൊക്കെ പത്രാധിപരുടെ പേജ് ഉണ്ടാവും അല്ലെ? അതേപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എഡിറ്റോറിയൽ വോളിയം 30 നമ്മുടെ ഈ മേഖലയെ പറ്റിയാണ്. ഇതുണ്ടോ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അൺലെഷിംഗ് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ. ഒരു വിപ്ലവാത്മകമായ രീതിയിലാണ് ഈ ഒരു ഇൻഡസ്ട്രി തൊഴിലുകൾ കൊടുക്കുന്നത് എന്നതിനെ പറ്റി വിശദമായിട്ട് ഒരു പഠന റിപ്പോർട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണമെങ്കിൽ അധികം നമ്മളായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലവര് റിസർച്ച് നടത്താൻ വേണ്ടി വരുമല്ലോ ബിസിനസ്സിലേക്ക് അല്ലേ? അവർക്കിത് കണ്ടാൽ തന്നെ അവര് ഒരുപാട് ഇൻഫർമേഷൻസ്, കാരണം വരാൻ പോകുന്ന ഇതുണ്ടോ, നമ്മുടെ ഇപ്പൊ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഏകദേശം അതിന്റെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ 2020 ഇപ്പൊ ഈ കണക്കത്തിന് മുൻപത്തെ സ്റ്റഡിയാണ്. 2020 ആകുമ്പോഴേക്കും ഇന്ത്യൻ പോപ്പുലേഷന്റെ പകുതിയിലധികവും ഏകദേശം 28-നും 30 വയസ്സിനും പ്രായമുള്ള ആൾക്കാരായിരിക്കും എന്നാണ് ഈ പഠനം പറയുന്നത്. ഇതൊക്കെ ആധികാരിക ഗവൺമെന്റ് റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത്. സോ ആ സമയത്ത് എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അമേരിക്കയിൽ 45ആണ്, വെസ്റ്റ് യൂറോപ്പിൽ അത് 48ആണ്, സോറി ജപ്പാനിൽ 48ആണ്, അമേരിക്കയിലും യൂറോപ്പിലൊക്കെ 45ആണ്. അതായത് ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരാം. ഈ പഠനത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട 1-2 പോയിന്റ്. അതായത് ഒരു 28 അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വരുമാനമാണ് ആവശ്യം. എന്നാൽ ഒരു 48-50 വയസ്സുള്ള വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ റിട്ടയർമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതവിടെ മുകളിൽ കൊടുത്ത് കണ്ടാലും അറിയാം അല്ലെ? ചില രാജ്യങ്ങൾ അത് 70 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 70 വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് വരുമാനമല്ല, അയാൾക്ക് റെസ്റ്റ് ആണ് ആവശ്യം അല്ലെ? സോ നമ്മുടെ ഇന്ത്യയുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് വരുന്നത് ഈ ഒരു ലെസ് ദാൻ 30 ഇയേഴ്സ് ആകുമ്പോൾ ഒരുപാട് പേര് കാരണം ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അവിടുത്തെ പൗരന്മാരാണ്. സോ ഇത്രയധികം യങ് ബ്ലഡ് നമ്മുടെ ഇന്ത്യയിൽ നിറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ അവരവരുടെ വരുമാനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന മേഖലകളാണ് ഇന്ത്യയുടെ ഗ്രോത്തിനെ ബാധിക്കുക എന്നാ പറയണത്. അപ്പോ ഇത്ര വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. അത് ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരും എന്നുള്ള റിപ്പോർട്ട് നമ്മൾ നമ്മുടെ പുതിയ GTC കാണുന്നുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽ സ്റ്റഡിയാണ് പറയുന്നത്. അതേപോലെ 2025 ആകുമ്പോൾ ടോട്ടൽ ടേൺ ഓവർ 65,000 കോടി ആവുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്കൊരു കസ്റ്റമറെ ഒഫീഷ്യലി കാണിച്ചു കൊടുക്കാൻ പറ്റും ആ ഒരു വെബ്സൈറ്റ് തുറന്നിട്ട്. ദെൻ ഞാനിപ്പോ നേരത്തെ കാണിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പോകുന്നു. ഡയറക്ട് സെല്ലിംഗ് ആ ന്യൂസ് കാണിച്ചു കൊടുക്കുക. ദെൻ അടുത്ത നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതാണ് ഡയറക്ട് 2014. ഞാൻ അതും ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുന്നു. എന്താ ചോദിച്ചോ? ഹലോ, ഗൂഗിളിൽ പോയിട്ടാണ് പിന്നെ വീണ്ടും എടുക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ ഞാനിപ്പോ വീണ്ടും എടുക്കുന്നത് ഗൂഗിൾ എടുത്തു. DIRECT ഡയറക്റ്റ് സ്പേസ് 2014 എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു. ഞാൻ സെർച്ച് ചെയ്യുന്നൊക്കെ കാണുന്നില്ലേ? ടൈപ്പ് ചെയ്തില്ല കേട്ടോ. എങ്ങനെ? സെയിൽസ് ടൈപ്പ് ചെയ്തിട്ടില്ല.
സെർച്ചില് ഡയറക്റ്റ് 2014 സെർച്ച് ചെയ്ത് കാണുന്നില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഡയറക്റ്റ് 2014 എടുത്ത് നമ്മൾ സെർച്ച് അടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫോണില് വീഡിയോസിൽ ഇത് കണ്ടോ, ഒരു വീഡിയോ വരുന്ന കാണാം. ആ വീഡിയോ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. बहुत बहुत आभार। हमारे बीच में अब है श्री रामविलास पासवान, मिनिस्टर। സ്റ്റക്കായി പോയതാണോ? തെറ്റായിട്ടുള്ളത്. നമുക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും സ്റ്റക്കാണ്. എല്ലാവർക്കും സ്റ്റക്കാണ്. സാറിന്റെ ഫോണങ്ങ് വന്നിട്ടുണ്ടാവും. Minister, Consumer Affairs, Food and Public Distribution. We welcome you, sir. Thank you so much for agreeing to our request and being present here. With the Minister, we also have his very സാറേ മൊത്തം മ്യൂട്ടായി പോയിട്ടുണ്ട്. അത് ഫോൺ റിങ് ചെയ്യുന്നതിന്റെ ആയിരിക്കും സ്റ്റക്ക് ആയത്, നെറ്റ് ബ്ലോക്ക് ആയത്. very, very dynamic Secretary Sahab, Shri Keshav Desi Raju, Secretary Consumer Affairs and Foods and Public Distribution. Distribution. You've been our guiding force, sir. Thank you so much for being here. On our panel today, at the inaugural, we have Mr. Siddharth Birla. He's President FICCI, and thank you so സൗണ്ട് ഇല്ലല്ലോ. സാർ അൺമ്യൂട്ട് ആണല്ലോ.
ധനീഷ് സാറേ, സാറ് മ്യൂട്ടാണ്. സാറ് ശരിയാക്കുന്നുണ്ട്. സാറേ ശബ്ദം തീരെ കേൾക്കുന്നില്ല കേട്ടോ. സാറേ സൗണ്ട് ഇല്ലാഞ്ഞിട്ടല്ലേ? നിങ്ങൾക്ക് കിട്ടാത്തോണ്ടല്ലോ. സൗണ്ടില്ല. The direct selling industry adds hugely to economic activity. It is a major driver of India's growth. Growth, and that it provides the economic impetus to any more than anything else. And the key challenge for India is really about growth with jobs. അനിരുദ്ധ് സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. അല്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല. കുറച്ചു നേരമായിട്ട് എല്ലാവരും മ്യൂട്ടായിരുന്നു. അതെയോ?
നമ്മൾ ആ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയല്ലോ ആ വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന്. ആ അത് തുടങ്ങി അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് സാറിന്റെ ഒട്ടും ഓഡിയോ വരുന്നതും ഇല്ലായിരുന്നു. അതെയോ? ഡയറക്റ്റ് 2014 2014 ശേഷം കേട്ടിട്ടില്ല. അയ്യോ, അതിനുശേഷം ഒന്നും കേട്ടില്ല. എന്നാലും എനിക്കിപ്പോ ഒന്നും കേട്ടിട്ടില്ല. അതെ എന്നാ ഞാൻ സാറിന്റെ ബാക്കി കേട്ടില്ല. ഇല്ല, കേട്ടില്ല. ബാക്കി പറഞ്ഞത് സാറ്. ഓക്കെ, ഞാനെന്നാ ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. സ്ക്രീൻ ഒന്ന് ഷെയർ വെക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെ? ക്ലിയർ അല്ല? ക്ലിയർ ആണ് സാറേ. അത് മറ്റേതാരോ ഇതാക്കിയതാ. ഓക്കെ ഞാൻ വെച്ച എന്നോട്. ഓക്കെ നോ പ്രോബ്ലം. അതെ, നിങ്ങൾ ഗൂഗിളില് വേണമെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് അടിച്ചാലും അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് എടുത്ത് കഴിഞ്ഞാൽ മൊത്തം ആളുകൾ അൺമ്യൂട്ട് ആണേ. അഡ്മിൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ ഗൂഗിളില് ഡയറക്റ്റ് 2014 ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ വരും. അല്ല, ഞാൻ ഈ വീഡിയോയുടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അല്ലെ? സാറാ വീഡിയോ കേട്ടില്ല. സാറ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സാറിന്റെ ഓഡിയോ കട്ടായി പോയിട്ടുണ്ട്. കുറെ ഞങ്ങൾ ഇതിൽ കൂടെ തന്നെ പറഞ്ഞു, സാറ് കേട്ടിട്ടുണ്ടാവില്ല. അതാ പിന്നെ ഞാൻ നേരിട്ട് വിളിച്ചതാ. അതെ അല്ലേ? സോറി. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ നോക്കുക. ഇല്ല സർ, കേൾക്കുന്നില്ല. बहुत बहुत आभार. हमारे बीच में अब है ധനീഷ് സാറേ, ആ വീഡിയോ സ്റ്റക്കായി പോകുന്നുണ്ട്. സാറ് പറയുന്നതായിരിക്കും നന്നാവുക. വീഡിയോ ഫുള്ള് കട്ടാവുക. എന്നാ വീഡിയോ എടുക്കുമ്പോഴാണ്. എന്നാ വൈഫൈ സ്പീഡൊക്കെ എന്തെങ്കിലും ആയോന്ന് വീഡിയോ അറിയില്ല. എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്നാ കുഴപ്പമില്ല. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ അതിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം ഓടിച്ചു പറഞ്ഞുതരാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പ്ലേ ഇത് കാണാമല്ലോ, സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ? വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഇതിൽ നിങ്ങളിപ്പോ ഇവിടെ കൊടുത്തുണ്ടോ, ഗ്ലോബൽ ഇൻഡസ്ട്രി എംപവറിംഗ് മില്യൺസ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? അതേപോലെ നിങ്ങൾ ആ വീഡിയോ നിങ്ങളുടെ ഫോണിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോണത് ശരിക്കും നമ്മുടെ ഫിക്കി ശരിക്കും ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2014 നമ്മുടെ ഫിക്കിയുടെ നേതൃത്വത്തിൽ December 4 അത് ഡേറ്റ് കാണാൻ നമ്മുടെ രാംവിലാസ് പാസ്വാൻ അന്നത്തെ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഒരു മെഗാ ഈവന്റ് നടന്നത്. ആ ഈവന്റില് അവര് ഡയറക്ട് സെല്ലിങ്ങിന് കൊടുത്ത ഒരു ആപ്തവാക്യമാണ് ഗ്ലോബൽ ഇൻഡസ്ട്രി എംപവറിംഗ് മില്യൺസ് ഇൻ ഇന്ത്യ. അതായത് ഇതൊരു ആഗോള വ്യവസായം, ഇന്ത്യയിൽ വരാൻ പോകുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാരെ എംപവർ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് ഫിക്കി ഇതിനെ വാഴ്ത്തിയത്. ദെൻ അതിന് വീണ്ടും നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് സൂം ചെയ്യുന്നൊക്കെ പറ്റുന്നില്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇതേ ഭാഗത്ത് നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അടുത്ത വരാൻ പോകുന്ന ഇൻഫർമേഷൻ ആണ് പൊട്ടൻഷ്യൽ ടു എൻഗേജ് 10 മില്യൺ വുമൺ. അതായത് സ്ത്രീകളാണ് ഈ മേഖല ഇനി കൂടുതൽ വരാൻ പോകുന്ന ഇൻഫർമേഷൻ അവിടെ ഗവൺമെന്റ് പഠന റിപ്പോർട്ട് പറയുന്നുണ്ട്. ദെൻ അടുത്തത് 60% സ്ത്രീകളാണ് ഈ മേഖല തിളങ്ങാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഒന്ന് കണ്ടു തുറന്ന് കണ്ടാൽ മതി. ഇത് 2024 ആണെങ്കിൽ
ഇത് 2014 തന്നെ ഗവൺമെന്റ് ആധികാരിക വസ്തുതകൾ വെച്ച് പഠനം റിപ്പോർട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഏത് മീറ്റിങ്ങിന് പോയാലും ലേഡീസ് അല്ലേ കൂടുതൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. ദെൻ അടുത്തതാണ് സൗത്ത് ഇന്ത്യ ഇസ് ദ സദേൺ ഇന്ത്യ ഇസ് ദ ലാർജസ്റ്റ് മാർക്കറ്റ് ഫോർ ഡയറക്ട് സെല്ലിംഗ്. അതായത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ സൗത്ത് ഇന്ത്യ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മേഖല ഡെവലപ്പ് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് അതിന് വലിയ പങ്കുണ്ട്. പക്ഷെ ഉത്തരേന്ത്യയിൽ ഒന്ന് വീടുകൾ തമ്മിലുള്ള ദൂരം, ഒരുപാട് ഓപ്പൺ സ്പേസുകൾ, യാത്രാ സൗകര്യങ്ങൾ, ഈവൻ പല സ്ഥലത്തും ഇന്റർനെറ്റ് റീച്ചിങ് ഒക്കെ കുറവാണ് അല്ലെ. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പോണെന്നുള്ള വിവരങ്ങൾ പറയുന്നുണ്ട്. ദെൻ അടുത്തത് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതാണ് നീതി ആയോഗ് സിഇഒ ഓൺ ഡയറക്ട് സെല്ലിംഗ് ഡിസ്കോഴ്സ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ, മുൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഇപ്പോഴത്തെ പേരാണ് നീതി ആയോഗ്, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ. അതിന്റെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെയാണ്. ഇതിനെപ്പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് നീതി ആയോഗ് സിഇഒ ഡയറക്ട് സെല്ലിംഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മിസ്റ്റർ അമിതാഭ് ഒരു ന്യൂസ് കാണും ആദ്യം. മിസ്റ്റർ അമിതാഭ് കാന്ത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നീതി ആയോഗ്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അതായത് അത് 2016, അതായത് ഡയറക്ട് 2016 എന്നുള്ള പേരിൽ, അതായത് 2014 ശേഷം എല്ലാ വർഷവും ഗവൺമെന്റ് ഈ മേഖലയെ പറ്റിയുള്ള ഈ മെഗാ ഈവന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളിപ്പോ ഈ സെർച്ച് ചെയ്തതിന്റെ വീഡിയോ ദ ഡിസ്കോഴ്സ് ഓൺ ഡയറക്ട് എന്ന് ഏറ്റവും അടിയിൽ കാണാം അല്ലെ. യൂട്യൂബിൽ നിങ്ങൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണും. ഈ നീതി ആയോഗ് സിഇഒ ആയ അമിതാഭ് കാന്തിന്റെ പേര് ഒരുപക്ഷെ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. കാരണം നമ്മുടെ കോഴിക്കോടിന്റെ ഇപ്പോഴത്തെ ഈ മാനാഞ്ചിറയും ഇപ്പോഴത്തെ ബീച്ചൊക്കെ ഇങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്ത നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കളക്ടർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഇതിന്റെ ഇപ്പൊ സിഇഒ. അദ്ദേഹം പറയുന്ന ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഞാനിപ്പോ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന മേഖലയായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് അദ്ദേഹം 2016 ഈ പ്രോഗ്രാമിൽ പറയുന്നത് നിങ്ങൾ നേരിട്ട് കാണുക. ദെൻ അടുത്ത സെർച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിൽ ക്ലിന്റൺ അബൌട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ബിൽ ക്ലിന്റൺ ആരാന്ന് നമുക്കറിയാം അല്ലെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ്. ഇത് നമ്മുടെ അശോക സ്തംഭം ഉണ്ടല്ലോ നേരത്തെ കണ്ട, അതേപോലെ അമേരിക്കൻ ഗവൺമെന്റ് ഒഫീഷ്യൽ എംബ്ലമാണ് ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. പ്രസിഡന്റ് ക്ലിന്റൺ റിമാർക്സ് ഫോർ ദ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതായത് ശരിക്കും ലോകം മുഴുവനും ഈ ഇൻഡസ്ട്രി അതിശക്തമായിട്ട് വ്യാപിച്ചതിന് പിന്നില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്ന ഒരു എൻഡോഴ്സ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അംഗീകാരമാണ്, ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് ഒരു അംഗീകാരമാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ വേർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോ സെർച്ച് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം സെർച്ച് കഴിഞ്ഞാൽ ഹാങ് ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വേണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ബിൽ ക്ലിന്റൺ അവരുടെ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തുന്ന ഔദ്യോഗിക പ്രഭാഷണത്തില് ഈ നമുക്കറിയാം മുൻപ് അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ അമേരിക്കയെ പിടിച്ചു നിർത്തിയത് ഈ ഇൻഡസ്ട്രി ആണെന്നും ഈ മേഖലയുടെ ഒരുപാട് പൊട്ടൻഷ്യലും ബിൽ ക്ലിന്റൺ പറയുന്ന ഒരു വീഡിയോ. ഇത് ലോകം മുഴുവനും വ്യാപിച്ചതിന് ശേഷമാണ് ഈ ഇൻഡസ്ട്രി ഇത്രയും ശക്തമായിട്ട് ലോകത്ത് എവിടെയും വ്യാപിച്ചത്. സോ ഞാൻ തൽക്കാലം നമ്മുടെ ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള